ഹലോ ഹായ് നമസ്തേ, ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് മല്ലപ്പള്ളിയിലാണ്. ഇവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ചാൻസ് ഗോൾഡിൻ്റെ പുതിയ ഷോറൂം ഉദ്ഘാടനമാണ്. ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മളുടെ എല്ലാം സ്വന്തം ബാലാമണിയാണ്, നവ്യ നായർ. പിന്നെ അതിനേക്കാളും വലിയൊരു താരം കൂടിയാണ് ഇവിടെ എത്താൻ പോകുന്നത്. മറ്റാരുമല്ല, ഈ അച്ചാൻസ് ഗോൾഡിൻ്റെ ഉടമ ടോണി അച്ചാനാണ്. പുള്ളിക്ക് അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉള്ള ആളാണ്. ഇവിടെ ഏതാണ്ട് ഈ സ്ഥലം കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് സ്പേസ് ഉള്ള ഏരിയ അല്ല ഈ ഷോറൂം തുടങ്ങിയിരിക്കുന്നത്. റോഡിന് വീതി കുറവാണ്. ഇവിടെ സ്റ്റേജ് തന്നെ അധികം വലിപ്പത്തിലല്ല. കാരണം അപ്പോൾ ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടന സമയം പറയുന്നത് 5 മണിയായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ നവ്യ നായരും അതുപോലെ ടോണി അച്ചാനൊക്കെ എത്താൻ അല്പം കൂടി താമസിക്കുമെന്നാണ് തോന്നുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ ജനങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ബാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പാട്ടുകളെല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ വിഷയങ്ങളുണ്ട്. പിന്നെ ഈ ചടങ്ങിൽ ഇത്രയും പബ്ലിക് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തുന്ന ആളുകൾക്കെല്ലാം ഇവിടുന്ന് ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട്. ആ കൂപ്പൺ ഫില്ല് ചെയ്ത് ഇവിടെ നമ്മുടെ ഒരു ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 15 ആളുകൾക്ക് ഒരാൾക്ക് 10,000 വെച്ച് മൊത്തം 1.5 ലക്ഷം രൂപ ഇവർ ഗിഫ്റ്റായിട്ട് നൽകുന്നുണ്ട്. ആളുകൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗ്യം പരീക്ഷിക്കാൻ കൂടിയാണ് കൂടുതലായിട്ട് ഇവിടെ ആളുകൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ബാൻഡ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ചെണ്ടമേളം ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ ചെണ്ടമേളമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചെണ്ടമേളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഈ ബാൻഡ് തുടങ്ങിയപ്പോഴും അവർ പാടുന്നതൊക്കെ നല്ല അടിപൊളി പാട്ടാണ്. പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് തുള്ളാനോ ഡാൻസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. കാരണം അതേപോലെ കൺജസ്റ്റഡായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് തന്നെ ഇവിടെ ക്യാമറ കൊണ്ട് ഇവിടെ നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, കാരണം അതേപോലെ തള്ളാണ് വരുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ കയ്യിലുള്ള മൊബൈലുമായിട്ടൊക്കെ ഇതിനകത്തൂടെ എല്ലാം കുത്തിക്കയറി വരുന്നുണ്ട്. നമുക്ക് വളരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഇന്ന് സ്വന്തമായിട്ട് സ്മാർട്ട് ഫോൺ കയ്യിലുള്ള എല്ലാവരും ചാനൽ ഉടമകളാണ്. പിന്നെ ഇതിൻ്റെ ഇനാഗുറേഷന് വേണ്ടി ടോണി അച്ചായനും നവ്യ നായരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേദിയിലേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ വായിക്കുന്നത് ഭയങ്കര തള്ളാണ്. ഈ ക്യാമറയും കൊണ്ട് ഇതിനിടയ്ക്ക് വീണ് പോയെങ്കിൽ ചവിട്ടുള്ളി അകത്തേ ഉള്ളൂ. അതേപോലത്തെ തിരക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ക്യാമറയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ പുറകിൽ നിന്നൊക്കെ ഒരുപാട് പെൺകുട്ടികൾ വന്ന് തള്ളുന്നുണ്ട് കേട്ടോ. നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർ മറ്റേതെങ്കിലും ആംഗിളിലൊക്കെ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പണി തരുവാണെന്ന്. കാരണം അങ്ങനത്തെ ഒരു കാലത്തോടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. കാരണം വൈറലാകാൻ വേണ്ടി പലരും പലതും കാട്ടിക്കൂട്ടുന്നൊരു സമയമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആണുങ്ങളുടെയൊക്കെ മാനം ഈ പെൺകുട്ടികളുടെ കയ്യിലാണ്. ഇവരുടെ ദയയിലാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. കാരണം ഈ പെൺകുട്ടികൾ ആര് വിചാരിച്ചാൽ എപ്പം വേണേലും നമുക്കിട്ട് പണി തരാൻ പറ്റും. എത്തിച്ചേർന്നിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയെ മാത്രമല്ല, നമ്മോടൊപ്പം തന്നെ ഈ ഒരു ഇനോഗ്രേഷൻ ധന്യമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് അച്ചായൻ എന്ന പേരിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ടോണി വർഗീസിനാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ എന്താ പറയാ, എത്ര പറഞ്ഞാലും പറ്റില്ല. ഞങ്ങളുടെ 39ാമത്തെ ഷോറൂം. ഓരോ ഷോറൂമും കഴിയുന്നതോറും ആളുകളുടെ എണ്ണം വർദ്ധിച്ച് എനിക്ക് എന്തുമാത്രം സപ്പോർട്ട് തരാമോ അത്രയും സപ്പോർട്ട് തരുന്ന മല്ലപ്പള്ളിക്കാരോട് കുറെ ഞാൻ നന്ദി പറഞ്ഞോട്ടെ. വളരെ ഞങ്ങള്
തള്ളരുതേ, ഞങ്ങൾ സ്റ്റേജ് വരെ താഴോട്ട് പോകും. മുമ്പിലോട്ട് തള്ളരുതേ, കാരണം പുറകോട്ട് സ്റ്റേജ് പോവാണ്. പിന്നെ ഇവിടെ നിന്നൊരു ക്യാമറ കൊണ്ടുണ്ട്, വീഡിയോ എടുക്കാൻ വലിയ പാടാണ് കേട്ടോ. കാരണം ഒട്ടും സ്പേസ് ഇല്ല. ഇപ്പം മൊബൈലാണെങ്കിൽ അതിനിടയിൽ കൂടെയൊക്കെ നമുക്ക് കുത്തിക്കയറ്റി എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാം. പക്ഷേ ഈ ക്യാമറ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറ്റത്തില്ല, കാരണം ലെൻസൊക്കെ അവിടെ ഇവിടെ എല്ലാം തട്ടുന്നുണ്ട്. സമൂഹത്തിൽ മുന്നിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ചെയ്യണ്ടേ? നിങ്ങൾ പ്രാർത്ഥന മാത്രം തന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. ഞാൻ എപ്പോഴും പറയുന്നത് കുറച്ച് വർഷം കൊണ്ട് സമയത്താ, 1-2 വർഷം കൊണ്ട് ഞാൻ തന്നെ മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കുടിലുകളും വീടുകളാക്കി മാറ്റി, എല്ലാം ചെത്തി അവർക്ക് കിടന്നുറങ്ങാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് ഓരോ പാവങ്ങളായ പെണ്ണുങ്ങളെ കല്യാണങ്ങൾ നടത്തി ഓരോ വീട്ടിൽ അന്നം എത്തിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. നിങ്ങൾ എന്റെ ഒപ്പം നിന്നാൽ മാത്രം മതി. നിൽക്കില്ലേ? നിൽക്കണം, ചെയ്യണം. ഇവിടെ ആരും നമ്മളെ പേടിപ്പിക്കില്ല. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. ഇവിടെ ഒരേ ഒരു മനുഷ്യൻ മാത്രം, മനുഷ്യന്റെ സ്നേഹം മാത്രം. അത് മാത്രം മതി എനിക്ക് മുന്നോട്ട് പോകാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും പല കാര്യങ്ങൾ ചെയ്യണം അല്ലേ? ചെയ്യണ്ടേ? അതോടൊപ്പം തന്നെ നമ്മുടെ ജോണി വർഗീസിനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം നവ്യ നായർക്കും ഒരുപോലെ തന്നെ ആസ് എ ടോക്കൺ ഓഫ് ലവ് ബൊക്കെ നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അസയൻസ് ഗോൾഡിന്റെ മനുഷ്യരായിട്ടുള്ള നമ്മുടെ ജിയുമായിട്ടുള്ള ശ്രീനി കുര്യൻ ചേട്ടനെ ഏറെ സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആസ് എ ടോക്കൺ ഓഫ് ലവ് നമ്മുടെ സ്വന്തം നവ്യ നായർക്ക് നമ്മുടെ ജിയുമായിട്ടുള്ള ശ്രീനൻ കുര്യൻ ചേട്ടൻ ബൊക്കെ നൽകി സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ജോണി വർഗീസിനും ബൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ശ്രീമാൻ ശ്രീനി കുര്യനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് നമ്മളെല്ലാവരും ഷൊമേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മോട് സംസാരിക്കാനായിട്ട്, മലപ്പള്ളിക്കാരോട് സംസാരിക്കാൻ എടുത്തു വെച്ചിരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം നവ്യ നായർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ന്യൂ ഇയർ ആയിട്ട് എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തരുന്ന സ്നേഹത്തിനൊക്കെ ഒത്തിരി നന്ദി. എന്നോടും നിങ്ങളെല്ലാവരുടെയും പ്രിയങ്കരനായ ടോണി അച്ചായനോടും ഒക്കെയുള്ള നിങ്ങളുടെ സ്നേഹം കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഔപചാരികമായി അച്ചായൻസ് ഗോൾഡിന്റെ 39ാമത് ഷോ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആർപ്പോ വിളിച്ചാലോ? നമ്മുടെ ജനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, ആർപ്പോ വിളിക്കില്ലേ? നമ്മുടെ ഈ ഒരു ജനകൂട്ടത്തിന്റെ നിങ്ങൾ വിളിക്കില്ലേ? ആർപ്പോ അപ്പൊ വെറുതെ എന്തെങ്കിലും നിങ്ങളടുത്തൊരു സന്തോഷം, നിങ്ങൾ കാണിക്കുന്ന സന്തോഷത്തിന് തിരിച്ചെന്താ സന്തോഷം തരാം അല്ലേ? ആണല്ലേ? ഇന്നത്തെ ഓണായില്ലേ? കുറച്ച് നീങ്ങി നിൽക്കാനല്ലേ? എന്തോ ഞാൻ എല്ലാരെയും കണ്ടു, ഞാൻ എല്ലാരെയും കണ്ടു, നിങ്ങൾ എല്ലാരെയും കണ്ടു, ഞാൻ എല്ലാരെയും കണ്ടു. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ ദൂരെ നിൽക്കുന്ന എല്ലാവർക്കും എന്റെ ഹായ്ഡോ. നമ്മുടെ സ്വന്തം ബാലാമണിയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മളൊരു കയ്യടി ആദ്യം തന്നെ നമ്മുടെ ചോട്ടി വർദ്ധിച്ചതാണ്. കയ്യടി പോരാ, മല്ലപ്പള്ളിയുടെ എനർജി എന്ന് പറഞ്ഞേ. ജനങ്ങൾ നമുക്ക് ഇന്നേ വരെ ഉള്ളതിലെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് മല്ലപ്പള്ളി തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് നറുക്കെടുപ്പ് സംവിധാനം, അതായത് ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാര്
കുറി എഴുതിയിട്ടിരിക്കുന്ന നറുക്കെടുത്തിട്ട് നമ്മൾ ആദ്യത്തെ സമ്മാനം ഉടൻ തന്നെ കൊടുക്കുകയാണ്. ആദ്യത്തെ സമ്മാനമാണ്. എല്ലാവരും വാച്ച് ചെയ്തോണ്ടിരിക്കുക. പേര്, നമ്പർ, മൊബൈൽ നമ്പർ, ഇത്രയും 2 കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക. ഞങ്ങൾ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ വന്ന് ആ സമ്മാനം വാങ്ങിച്ചോണ്ട് പോകണം. അതുപോലെ സമ്മാനം വാങ്ങിക്കേണ്ട ആൾക്കാർക്കുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലേക്ക് കിടക്കുന്നു. നമ്മുടെ സ്വന്തം നവ്യ ഇത് ആദ്യത്തെ കുറി എടുക്കുന്നതാണ്. നമ്മുടെ ആദ്യത്തെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. നമ്മുടെ സ്വന്തം നവ്യ നായരാണ് നമ്മുടെ ഒരു ഭാഗ്യശാലിനെ അല്ലെങ്കിൽ ഒരു ഭാഗ്യവതിനെ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഗിഫ്റ്റ് എടുക്കുമ്പോ അതാത് സ്ഥലത്താണ് ആദ്യത്തെ 5 എണ്ണം അടിക്കുക. ഇവിടെ എങ്ങനെ അടിക്കാന്ന് അറിയില്ല. ഏതായാലും ഇത് കിട്ടിയിരിക്കുന്ന ചാരു ആൻഡ് മോനു മോളാണോ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സ്റ്റേജിന്റെ അടുക്കിലേക്ക് എത്തിച്ചു തരണം. ലാസ്റ്റ് നമ്പർ 3333. നിങ്ങളെന്നോ ഈ 4 പേര് ചേർന്നിട്ടാണ് കുറിയിട്ടത് അല്ലേ? നിങ്ങൾ സഹോദര പ്രദേശം രണ്ടുപേരും 2 വീട്ടിലെ കുട്ടികളാണ്. 2 പേര് ടിപ്സ് ആണ്, 2 പേര് സിബ്ലിങ്സ് ആണ് അല്ലെ? അപ്പൊ കുട്ടികൾക്കാണ് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു മല്ലപ്പള്ളിയുടെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ 10,000 രൂപ സമ്മാനമായിട്ട് അടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ അജാൻസ് ഗോൾഡിന്റെ പേരിൽ അറിയിക്കുകയാണ്. And thank you everyone. Thank you so much for being here about the grand inauguration function of Ajaan's Gold 39th showroom at the heart of Mallapalli. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ലക്കി പേഴ്സണെ ജോണിച്ചാൻ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ബോബൻ ഉണ്ട് ഈ കൂട്ടത്തില് ഉണ്ട്. ബോബൻ നേരിപ്പോ ഒരു പ്രൈസ് അടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്പർ അച്ഛനാണോ ആ ബോബൻ? അതെ 59. അച്ഛാ നമ്പർ എന്ന് പറയോ? അങ്ങനെ നമ്മുടെ സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ അജാൻസ് ഗോൾഡിന്റെ ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഇനോഗ്രേഷൻ സെറമണിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം എങ്കിൽ നമ്മുടെ ലക്കി കോൺടെസ്റ്റ് നമ്മൾ ഇവിടെ നടത്തുന്നതായിരിക്കും. എല്ലാവർക്കും സോണി അശേനയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം നവ്യ നായരെ കാണാനുള്ള അവസരമുണ്ട്. സോ എല്ലാവരുടെയും ഭംഗിയായ ഒരു സാന്നിധ്യം നമ്മളിവിടെ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷനിലേക്ക് റൈറ്റ് നൗ നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. സോ നമ്മുടെ ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് നിൽക്കുന്ന ആ ഒരു എൻട്രിയുടെ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഗസ്റ്റുകൾ ദയവ് ചെയ്ത് നമ്മുടെ മല്ലപ്പള്ളിക്കാർ ഒരു സൈഡിലേക്ക് നീങ്ങി നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്കൊരു റിബൺ കട്ടിംഗ് സെറമണിയിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. 39ാമത് ഷോറൂം മല്ലപ്പള്ളിയുടെ ഭാഗം മല്ലപ്പള്ളിയുടെ മണ്ണിൽ ഇന്നേ ദിവസം അജാൻസ് ഗ്രൂപ്പിന്റെ 39ാമത് ഷോറൂമിന്റെ പ്രൗഢ ഗംഭീരമായ ഇനോഗ്രേഷൻ ഫംഗ്ഷനിലാണ് നമ്മൾ ഏവരും സാക്ഷിയാകാനായിട്ട് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ആൻഡ് നമ്മുടെ ആ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷനിലേക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ മൂവ് ചെയ്യുകയാണ്.
മാർച്ച് ഏപ്രിൽ മാസത്തിന് മുമ്പേ സന്തോഷങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ പോലെ എല്ലാം ദൈവം നടത്തി തരട്ടെ. എല്ലാവരെയും സഹായിക്കാൻ ഒരുപാട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഒരുപോലെ ഭയങ്കര നല്ല ക്രൗഡായിരുന്നു. സന്തോഷം. ആള് വരികയല്ലേ, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആള് വരില്ലേ, സ്നേഹിക്കുന്നവർ ഓടി വരികയല്ലേ, അച്ഛൻ്റെ ഒപ്പവും അമ്മയുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി ഓടി വരില്ലേ. എത്രാമത്തെ കടയാണ് അച്ഛനോട് ജനം അങ്ങനെയുണ്ട് അടിപൊളി. നല്ല ആൾക്കാരാണ്. പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി പറഞ്ഞു കാണിച്ചു തന്നു. ഇവിടെ ഒരു ഓൾറെഡി അയച്ചു കൊടുത്തു പറഞ്ഞു. അപ്പൊ അടുത്ത ഷോറും ഈ വ്യാഴാഴ്ച പത്തനംതിട്ട. ഈ വ്യാഴാഴ്ച വ്യാഴാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കടകൾ മാസമായിട്ടല്ല പോകുന്നത്. അറിയില്ല, പത്തനംതിട്ട. ഞാൻ ആ കടയുടെ ഉദ്ഘാടനത്തിനാണ് സോറി. ഇപ്പൊ നിലവില് ഏകദേശം 36 വീട്. ഇപ്പൊ 4 വീട് പണിതോണ്ടിരിക്കുകയാണ്. അങ്ങനെ 40 കടയാ. ഈ വ്യാഴാഴ്ച ആകുമ്പോൾ 40 കടയാവും. പത്തനംതിട്ടയുടെ കൂട്ടി ആ 40 കട എന്നുള്ള എനിക്ക് സ്വപ്നമായിരുന്നു. 40 കടയാവുകയാണ്. ആ 40 കടയ്ക്കൊപ്പം 40 വീടും അപ്പോൾ ഇവിടുത്തെ ഇനാഗുറേഷൻ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നവ്യ നായരും ടോണി അച്ചായനും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ പൂർണ്ണമായിട്ടില്ല. ഇനി സ്റ്റേജിലാണെങ്കിൽ ബാൻഡിൻ്റെ വക കുറേ പാട്ടുകൾ ബാക്കിയുണ്ട്. പക്ഷെ അതൊന്നും കാണാനോ ഷൂട്ട് ചെയ്യാനോ ഞാൻ നിൽക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ നല്ല വിശപ്പാട്ടുണ്ട്. പോകുന്ന വഴിക്ക് വേണം എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.